Hi Carrots, and welcome back to my channel. Carrots, നിങ്ങളും 2026 പാരാ എസ്എഫിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സ്. ഒത്തിരി പേർ ജോയിൻ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും 2026 വളരെ ഈസി ആയിട്ട് എങ്ങനെ പാരാ എസ്എഫിൽ ജോയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ച്. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പാരാ എസ്എഫിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പാരാ എസ്എഫിൽ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷേ ആർക്കും പ്രോപ്പർ പ്രൊസീജിയർ അറിഞ്ഞുകൂടാ. നമ്മുടെ കേരളത്തിലെ മിക്ക അക്കാഡമിയിൽ ഇൻസ്ട്രക്ടേഴ്സിന് പോലും അറിഞ്ഞുകൂടാ പ്രോപ്പർ പ്രൊസീജിയർ എന്താണെന്ന്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഷെയർ ചെയ്യുക. 2026 ഇന്ത്യൻ ആർമി റാലിയിലേക്കുള്ള എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഫിസിക്കൽ ട്രെയിനിങ് അവൈലബിൾ ആണ്. അതോടൊപ്പം റിട്ടേൺ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. നമ്മുടെ ടാർഗറ്റാണ് മിക്ക കുട്ടിയും പാരാ എസ്എഫിൽ എത്തിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളും പാരാ എസ്എഫിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ 2026 എങ്ങനെ പാരാ എസ്എഫിൽ ജോയിൻ ചെയ്യാം എന്നാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2024 അപ്ഡേറ്റും 2025 അപ്ഡേറ്റും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2025 TVM ARIയിൽ നിന്നും സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് എടുത്താൽ ടോട്ടൽ 7 കേഡറ്റ്സിനാണ് പാരാ എസ്എഫിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് 2 കുട്ടികളും ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അപ്ഡേറ്റ് എല്ലാം വളരെ ക്ലിയർ ആണ്, പെർഫെക്റ്റ് അപ്ഡേറ്റ് ആണ്. 2024 എന്തായിരുന്നു പ്രൊസീജിയർ, 2025 എന്തായിരുന്നു പ്രൊസീജിയർ, ഇനി എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കാണണം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, 2024 എങ്ങനെയാണ് ഒരു കേഡറ്റ് പാരാ എസ്എഫിലേക്ക് ജോയിൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. പാരാ എസ്എഫിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളാണ്, നിങ്ങൾ ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കണം. അതായത് ആർമിയുടെ നോട്ടിഫിക്കേഷൻ വരും, അതിനകത്ത് നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇന്ത്യൻ ആർമിയുടെ കാര്യം പറയുമ്പോൾ പലതരത്തിലുള്ള ട്രേഡ്സ് ഉണ്ട്. ആർമി GD ഉണ്ട്, ട്രേഡ്സ്മാൻ, WMP, ടെക്നിക്കൽ, ക്ലർക്ക്, എന്നീ ട്രേഡുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏത് ട്രേഡിൽ അപ്ലൈ ചെയ്താലാണ് പാരാ എസ്എഫിൽ പോകാൻ പറ്റുന്നത്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ആർമി GD എന്നൊരു ട്രേഡിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പാരാ എസ്എഫിൽ പോകാൻ പറ്റുന്നത്. ബാക്കി ട്രേഡിലുള്ളവർക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. എങ്ങനെയാണ്? അവർക്ക് ആർമിയിൽ ജോലി കിട്ടിയതിന് ശേഷം പോകാൻ പറ്റും. ആ യൂണിറ്റിൽ ചെന്നിട്ട് പിന്നെ യൂണിറ്റിലെ കമാൻഡിങ് ഓഫീസറുടെ അപ്ഡേറ്റ് അനുസരിച്ച് പോകാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങിനും പോകുന്നതിന് മുന്നേ എങ്ങനെ പോകാം എന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? ആർമി GD എന്നൊരു ട്രേഡിന് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം തീർച്ചയായും. അതിനുശേഷം റിട്ടേൺ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം ഷോർട്ട് ലിസ്റ്റിൽ വരും. പിന്നെ അതിനുശേഷം PFT ആണ്. ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം പാസ്സായ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ്. പിന്നെ PFT ഉണ്ട്. ഫിസിക്കലി നിങ്ങൾ 100 മാർക്ക് നേടിയിരിക്കണം. അതിനുശേഷം മെഡിക്കൽ ക്വാളിഫൈ ചെയ്യണം. അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ പാരാ എസ്എഫിലേക്ക് വിളിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, വീഡിയോ അങ്ങോട്ട് നിങ്ങൾ കാണുക. ക്ലിയർ? ഇങ്ങനെയായിരുന്നു 2024 പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണം, എന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു 2024. ഇനി നമുക്ക് നോക്കാം 2025 അപ്ഡേറ്റ് എന്താണെന്ന്. ഇവിടെ ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പാരാ എസ്എഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഫിസിക്കലി 100 മാർക്ക് നേടിയിരിക്കണം. അതോടൊപ്പം തന്നെ റിട്ടേൺ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. അവിടെ 2 ലെവലിലുള്ള കുട്ടികളെയും വേണം. ഫിസിക്കലി ഫിറ്റും വേണം, അതേപോലെ തന്നെ അക്കാഡമിക്കലി ഒരു മീഡിയം ലെവലുള്ള ഒരു കേഡറ്റും വേണം. ക്ലിയർ അല്ല? അപ്പോൾ 2 കാര്യത്തിൽ നല്ലപോലെ നമ്മൾ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കേണ്ടത് പാരാ എസ്എഫിൽ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 കാര്യത്തിൽ നല്ലപോലെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്, പഠിത്തത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഫിസിക്കലിലാണെങ്കിലും. ക്ലിയർ? ഏതൊക്കെയാണ്? റിട്ടേൺ എക്സാം ആൻഡ് ഫിസിക്കൽ. ഇനി നമുക്ക് 2025 അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, 2025 പാരാ എസ്എഫിൻ്റെ റാലി നടന്നത് 14 സെപ്റ്റംബർ 2025 ആദ്യം കുട്ടികൾ ഫോം ഫില്ല് ചെയ്തു. പിന്നെ GD ട്രേഡ്, അതിനുശേഷം റിട്ടേൺ എക്സാം വന്നു. പിന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നു, എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ്. പിന്നെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്തു. ഫിസിക്കലി 100 മാർക്ക് നേടിയിരിക്കണം. അതിനൊക്കെ മെഡിക്കൽ ക്വാളിഫൈ ചെയ്തു. അതിനുശേഷമാണ് പാരാ എസ്എഫ് സെലക്ഷൻ പ്രോസസ്സ് നടന്നത്. അതിനുശേഷമായിരുന്നു പാരാ എസ്എഫ് സെലക്ഷൻ പ്രോസസ്സ് നടന്നത്. 2025 സെപ്റ്റംബർ 14 പാരാ എസ്എഫിൻ്റെ റാലി നടന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇവിടെ നിന്ന് നോക്കൂ കുട്ടികളെ, ഇവിടെ നിന്ന് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരാ എസ്എഫിൽ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. മനസ്സിലായ? ഫിസിക്കലി 100 മാർക്ക് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ മെഡിക്കൽ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പാരാ എസ്എഫിലേക്ക് സെലക്ഷൻ കിട്ടും. ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇവിടെ പാരാ എസ്എഫിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് ഫോർ എക്സാമ്പിൾ ആയിട്ട് 2025 ടോട്ടൽ 24 കുട്ടികളായിരുന്നു പാരാ എസ്എഫിലേക്ക് സെലക്ഷനായിട്ട് പോയത്. അത് നടന്നത് നമ്മൾ കേരളത്തിൽ വെച്ച് തന്നെയാണ്. അതിനകത്ത് 22 പേര് പാസ്സായി. 22 പേര് പാസ്സായി കഴിഞ്ഞതിന് ശേഷം
പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് ഈ 22 കുട്ടികളുണ്ടല്ലോ, ഇവരിൽ എല്ലാവർക്കും ഒന്നും സെലക്ഷൻ കിട്ടത്തില്ല പാരാസെഫിലോട്ട്. ഇതിനകത്തുനിന്ന് ഓൺലി 7 കേഡറ്റിന് മാത്രമാണ് പാരാസെഫിലേക്ക് സെലക്ഷൻ കിട്ടിയത്. നിങ്ങളിവിടെ പാരാസെഫിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഫിസിക്കലി ക്വാളിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെ നിന്നും പറഞ്ഞു വിടും. എന്നിട്ട് ഈ 22 പേരിൽ നിന്ന് പിന്നെ മാർക്ക് എടുക്കും. അവർ റിട്ടേൺ എക്സാമിന് എത്ര മാർക്കുണ്ട് എന്നവർ ചെക്ക് ചെയ്യും. ഫിസിക്കൽ ആൾറെഡി 100 മാർക്ക് എന്തായാലും ഉണ്ട്. റിട്ടേൺ എക്സാമിൻ്റെ കൂടെ മാർക്ക് എന്താണ് കമ്പയർ ചെയ്തിട്ടാണ് പിന്നെ ഈ 22 പേരിൽ നിന്ന് 7 കേഡറ്റിൻ്റെ ലിസ്റ്റ് ഇടുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഈ വീഡിയോയുടെ അവസാനം ഒരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. മെസ്സേജ് ചെയ്താൽ സേവ് ചെയ്താൽ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഈ ഫിസിക്കൽ 100 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങൾ റണ്ണിങ്ങിൽ എക്സലൻറ്റ് കോളത്തിൽ ഓടിയെത്തണം. എക്സലൻറ്റ് കോളത്തിൽ ഓടിയെത്തിയാലാണ് നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടുന്നത്. പിന്നെ 40 മാർക്ക് എന്താണ്, ചിഹ്നപ്പ് നിങ്ങൾ 10 എടുത്തിരിക്കണം, എന്നാൽ 40 മാർക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 100 മാർക്ക് വരുന്നത്. മനസ്സിലായല്ലോ കുട്ടികളെ? ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. നോക്കൂ കുട്ടികളെ, ഏപ്രിൽ 12, 2025 എങ്ങനെയായിരുന്നു വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. 2025 ഞാൻ പറഞ്ഞ ആ പ്രോസസ്സ് അനുസരിച്ച്. ഏത് പ്രോസസ്സാണ് നോക്കൂ, ഇതാണ്. ഈ പ്രോസസ്സിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രോസസ്സിൻ്റെ അപ്ഡേറ്റാണ്. 2024 റാലി വന്നതാണ്, 2025 വിളിച്ചത്. ഇനി എപ്പോഴാണ് 2025 വിളിച്ചത്? 2025 ഏപ്രിൽ മന്തിൽ പാരാസെഫിലേക്ക് വിളിച്ചപ്പം എങ്ങനെയാണ് വിളിച്ചത്? അന്നേരം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് കുട്ടികളെ വിളിച്ചത്. അവർക്ക് ഇൻഡിവിജ്വൽ മെയിലിൽ ഇതേ കണക്ക് അപ്ഡേറ്റ് വരും. ഇൻഡിവിജ്വൽ മെയിലിൽ അപ്ഡേറ്റ് വരും. നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച കേഡറ്റിനാണ് ഇതേ രീതിയിൽ മെയിൽ വന്നത്. അങ്ങനെ മെയിൽ വരും. മെയിൽ വരുന്ന എല്ലാ കുട്ടികളും എന്താണ് പറയുന്ന സെൻറ്ററിൽ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ പ്രോപ്പറായിട്ട് ഇതേ രീതിയിൽ ഈവൻ്റ് അവർ അറ്റൻഡ് ചെയ്യണം. 5 കിലോമീറ്റർ റണ്ണിങ് വരും, പിന്നെ ചിന്നപ്പ്, അതേപോലെ തന്നെ പുഷപ്പ്, സിറ്റപ്പ്, 5 മീറ്റർ ഷട്ടിൽ, ഇത്രയും ഈവൻ്റ് അവിടെ അറ്റൻഡ് ചെയ്യണം. അവിടെ പാരാസെഫ് ടീം വരുന്നതായിരിക്കും. അവരാണ് ഈ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. TVMAരുടെ കാലിക്കറ്റ് എയറിലെ സോൾജേഴ്സ് അല്ല, പാരാസെഫിൽ നിന്ന് SF സോൾജേഴ്സ് വരുന്നതായിരിക്കും. അവരാണ് നിങ്ങളുടെ ഫിസിക്കലി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 കിലോമീറ്റർ റണ്ണിങ്ങിൽ നിങ്ങൾ 21 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ടോപ്പിൽ ഓടിയെത്തുന്ന കുട്ടികളെ നോട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ചിന്നപ്പ് പ്രോപ്പറായിട്ട് എടുക്കണം, പുഷപ്പ് പ്രോപ്പറായിട്ട് എടുക്കണം, 1 മിനിറ്റിലാണ്. സിറ്റപ്പ് 1 മിനിറ്റിലാണ്. 5 മീറ്റർ ഷട്ടിൽ 1 മിനിറ്റിൽ 17 ടൈംസ് നിങ്ങൾ അപ്പ് ഡൗൺ ചെയ്തിരിക്കണം. ഇത്രയും ഈവൻറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് വില്ലിംഗ് ആൻഡ് അൺവില്ലിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനകത്ത് നിങ്ങൾക്ക് എഴുതി മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്താണ്, ഞങ്ങൾക്ക് പാരാസെഫിൽ പോകാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിട്ട് വിറ്റ്നസ്സും ഇവിടെ സൈൻ ചെയ്യണം. ഇത് 2024 അപ്ഡേറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി 2025 കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2024 ഇതേ രീതിയിൽ മെയിൽ വരുമായിരുന്നു. 2025 ഇതേ രീതിയിൽ മെയിലൊന്നും വരത്തില്ല. നിങ്ങൾ മെഡിക്കൽ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് പാരാസെഫിലേക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോഴാണ് നിങ്ങൾക്ക് പാരാസെഫിലേക്ക് കിട്ടിയില്ലയോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ക്ലിയർ? ഈ പാരാസെഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ലിസ്റ്റാണ്. അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് പാരാസെഫിലേക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന സിമ്പിളാണ്. ഫിസിക്കലി 100 മാർക്ക് നേടുക, റിട്ടേൺ നല്ലപോലെ പഠിക്കുക, പോകാൻ പറ്റും. ക്ലിയർ? കുട്ടികളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ എന്താണ് പാരാസെഫ്, എങ്ങനെയാണ് ജോലി കിട്ടുന്നത്. പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാർ പാരാസെഫിന് നോട്ടിഫിക്കേഷൻ വന്നോ എന്ന്. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. മനസ്സിലായി? അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കേഡറ്റ്സ് 2026 നിങ്ങളും പാരാസെഫിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലോട്ട് വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ട്രേഡിൻ്റെയും നിങ്ങൾക്ക് പാരാസെഫിലേക്കാണെന്നുണ്ടെങ്കിലും ക്ലർക്കായിട്ടാണെന്നുണ്ടെങ്കിലും നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നൊരു ഫീൽഡിലേക്കാണെന്നുണ്ടെങ്കിലും ടെക്നിക്കലാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. GD, ട്രേഡ്സ്മാൻ, ക്ലർക്ക്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും, സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ട്രേഡിൻ്റെ മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, GD, NA, ട്രേഡ്സ്മാൻ, WMB, ടെക്, ക്ലർക്ക് എല്ലാ ട്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ബാച്ചിൻ്റെ നെയിമാണ് കമാൻഡോ ബാച്ച്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. 2026 തന്നെ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. NA എങ്കിൽ NA, പാരാസെഫ് എങ്കിൽ പാരാസെഫ്. നിങ്ങളുടെ ആദ്യത്തെ ചാൻസ് ആണെങ്കിലും അവസാനത്തെ ചാൻസ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. 2 മാസം നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നെക്സ്റ്റ് 40 ഡേയ്സ് നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള 40 വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന്, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ക്ലിയർ?
കുട്ടികളുടെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ ആ നമ്പർ ഇനി ഞാൻ ഷെയർ ചെയ്യുകയാണ്. കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് വീഡിയോ ഇന്ത്യൻ നേവിയിൽ മാർക്കോസ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.